ഹായ് ഹലോ. ഞാൻ ഇന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണേ, നമ്മുടെ ജാൻമണി ദാസ് ഈ ബിഗ് ബോസിലുണ്ട്, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം എൻ്റെ ഫേസിൽ പുള്ളിക്കാരത്തിയുടെ ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു. എത്രത്തോളം ശരിയാകും എന്നറിയത്തില്ല. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് കാജലിൻ്റെ കൺമഷി. ഇത് ഞാൻ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കാറ്. എനിക്ക് കണ്ണിന് ഭയങ്കര അലർജിയൊക്കെ ഉണ്ട്, വേറൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഒരു കട്ടി കളർ എടുത്തേക്കണേ. പുള്ളിക്കാരി കൂടുതൽ അങ്ങനത്തെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് കണ്ട. പിന്നെ ഇത് ഒരു ലിപ് ബാമാണ്. ഞാൻ ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരിതാണ് ലിപ് ബാം. പിന്നെ ഒരു ലാക്മേയുടെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് മേടിച്ചാട്ടോ. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ആകെ ഈ 1-2 സാധനങ്ങളാണ് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുള്ളത്. എന്നും ഞാൻ പക്ഷേ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ജസ്റ്റ് ഒരു മാല പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ ഈ പറ്റിക്കിടക്കുന്ന മാലയാണ് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു മാല എടുത്തിട്ടുണ്ട്. അപ്പം ചെയ്ത് നോക്കാം. ഇത് പിന്നെ ഒരു പോൺസിൻ്റെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. പിന്നെ പിരിവ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിട്ട് ആദ്യം തുടങ്ങാം കേട്ടോ. എണ്ണയിൽ പ്രശ്നം വന്ന ഇരട്ടി പണിയായാലേ. ചിരി വരും എനിക്ക്. ഈ സംഭവം ഒന്നും ചെയ്തൊന്നും ശീലമില്ല കേട്ടോ. ചുമ്മാ ഒരു ആക്രാന്തത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കുന്നതാണേ. അതുകൊണ്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ മിക്കവാറും എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചീത്ത പറയാൻ നല്ല സാധ്യതയുണ്ട്. എൻ്റെ ചേച്ചി പോലെ ശരിക്കും കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ ഞാൻ ഓരോന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണോ സോബി ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാം തേച്ച് വെച്ച് ശരിയായി. പിന്നെ ഫൗണ്ടേഷൻ ഇടാമേ. ഞാൻ ഇത് ജസ്റ്റ് ഇന്നാളെ ഇട്ട് നോക്കിയായിരുന്നേ. അന്നേരം വരുന്നില്ലേ. അന്നേരം പഞ്ഞിയിൽ മുക്കിയിട്ടായിരുന്നു ചെയ്തതേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നെറ്റി അധികം ഇച്ചിരി ഉള്ളതിൻ്റെ ബേസിൽ
എനിക്കിപ്പോൾ ഏതൊക്കെയായാലും വലിയധികം ഡാർക്ക്നെസ് ഒന്നും തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഇത് എഴുതി കൊടുക്കാനായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ. ഇനി പുരികം എഴുതി കൊടുക്കാം. പുള്ളിക്കാരത്തിയുടെ വേണ്ടി ഇങ്ങനെ വന്നിട്ടൊരു ഇങ്ങനെ ഒരു പുരുക ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒത്തട്ടുണ്ട്. ഇനി അടിക്കണ്ണ് എഴുതി കൊടുക്കാം. ഇനി സത്യം പറഞ്ഞാൽ സാധനങ്ങളൊന്നും ഇല്ല. ഞെട്ടിപ്പോയി, കണ്ണാടി താഴെ പോയത്. ഇനി ഇത് മോള് എഴുതണം. ഞാൻ മുടിയൊക്കെ ഒന്ന് വകഞ്ഞ് ചീകി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കട്ടിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. നല്ല കട്ടയ്ക്ക് ലിപ്സ്റ്റിക്ക് വേണം കേട്ടോ. ഇതിൻ്റെ ഇത് ശരിയായില്ല. അപ്പം ഇത് വാരിപ്പറക്കി തിന്ന പോലെ ആയിപ്പോയി. ഇപ്പം സെറ്റ് ചെയ്യാം.
നെറ്റിയിലൊരു പൊട്ട് വേണം. പുള്ളിക്കാരി വേണ്ടി ഇങ്ങനെയായിട്ടാണ് പൊട്ട് കുത്താറ്. ഇച്ചിരി നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാമേ. ഫോട്ടോയും കൂടെ വെച്ച് നോക്കാം. മാല ഇപ്പോഴാട്ടോ ഇട്ടതേ. മാല കാണത്തില്ല. ഫോട്ടോയും കൂടെ വെച്ച് നോക്കട്ടെ.